ഉപേക്ഷിച്ചിട്ടില്ല. ഒരു മെഴുതിരിയുടെ നിയോഗം പോലെ ഒരുകിയൊലിച്ച് ചുറ്റുമുള്ളവർക്ക് പ്രകാശം പരത്തി പിന്നിൽ വേദനയുടെ ഭാവം മറച്ചു വെച്ച് ക്രൂശിതനിൽ മാത്രം മിഴിയുടക്കി നടന്നു നീങ്ങിയ 50 വർഷങ്ങൾ. തങ്ങളുടെ സമർപ്പണ ജീവിതത്തിന്റെ സുവർണ ജൂബിലി നിറവിലായിരിക്കുന്ന സ്നേഹം നിറഞ്ഞ സിസ്റ്റർ ലളിത, സിസ്റ്റർ രഞ്ജിനി, സിസ്റ്റർ ശാലീന, സിസ്റ്റർ പ്രസന്ന, സിസ്റ്റർ സോന, സിസ്റ്റർ അനുപമ, സിസ്റ്റർ സിദ്ധി, സിസ്റ്റർ സുഷമ എന്നിവരെയും അതോടൊപ്പം ഈ ഭൂമിയിൽ ദൈവം തന്നെ ഏൽപ്പിച്ച ദൗത്യം മനോഹരമായി പൂർത്തിയാക്കി ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞ സിസ്റ്റർ ആത്മയെ ഈ നിമിഷം ഞങ്ങൾ അനുസ്മരിക്കുന്നു. തങ്ങളുടെ ഇഷ്ടങ്ങൾക്കും സ്വപ്നങ്ങൾക്കും മുൻതൂക്കം കൊടുക്കാതെ ദൈവരാജ്യം കെട്ടിപ്പടുക്കാനും അവിടുത്തെ ഹിതത്തിന് മുൻപിൽ കൈകൾ കൂപ്പാനുമായി ധീരതയോടെ ജീവിതം നീക്കിവെച്ചവർ, അക്ഷര വെളിച്ചം പകർന്നു കൊടുക്കുന്ന നല്ല ഗുരുക്കന്മാരായി, മുറിമുണക്കുന്ന നല്ല സമരായനായി, പാവങ്ങളെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ക്രിസ്തുവിന്റെ മാതൃവാത്സല്യത്തിന്റെ ഭാവം ഒപ്പിയെടുത്ത ഉത്തമ ശിഷ്യനായി എന്നിങ്ങനെ ജീവിതത്തിൽ തങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ അതിന്റെ പൂർണ്ണതയിൽ നിറവേറ്റി ഇവർ നടന്നു തീർത്ത നടപ്പാതകളിൽ നന്മയുടെ പൂക്കൾ വിരിയിക്കാൻ അങ്ങ് തിരുമനസ്സായിരുന്നു. നല്ല ദൈവമേ, സ്നേഹത്തിന്റെ ബലിവേദിയിലേക്ക് സ്നേഹദീപം തെളിക്കാൻ ഇവർക്ക് പ്രാർത്ഥനയുടെയും കരുതലിന്റെയും കുട പിടിച്ച മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ആത്മീയ പാലകർ, ബന്ധുമിത്രങ്ങൾ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. കൃതജ്ഞതയുടെ ഈ ദിവ്യബലി അർപ്പിക്കുന്ന അഭിവന്ദ്യ ജേക്കബ് മനത്തോടത്തി മിത്രാനെയും സഹകാർമ്മികരെയും ഞങ്ങളേവരെയും എല്ലാ വിശുദ്ധ നിയോഗങ്ങൾക്കും ഒപ്പം മാലാഖ വൃന്ദങ്ങളോടും വിശുദ്ധ ഗണങ്ങളോടുമൊപ്പം നന്ദിയുടെ ഈ ബലിയിൽ ഞങ്ങൾ പങ്കുചേരട്ടെ. നാഥ, സ്വീകരിച്ചാലും കൃപയേകിയാലും. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടി ബലിയർപ്പിക്കാം. സർലോകത്തിൽ സർവേശ്വരോ സ്തുതിഗീതം. സർലോകത്തിൽ സർവേശ്വരോ സ്തുതിഗീതം. ഭൂമിയിലെങ്ങും
സർവേശ്വരനു സ്തുതിഗീതം. ശാന്തി പ്രത്യാശയും സ്വർഗസ്ഥിതനാഥാനിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. വിശ്വസിക്കുകയും ആ വിശ്വാസം പരമാർത്ഥതയോടെ ഏറ്റുപറയുകയും ചെയ്യുന്ന ഞങ്ങളെ സത്യ ചെയ്യുവാൻ ഞങ്ങളെ സത്യരാക്കണമേ. ആത്മശരീരങ്ങളെ പൗത്രീകരിക്കുന്ന ഈ പരിഹാര രഹസ്യങ്ങൾ ഞങ്ങൾ വിശുദ്ധിയോടെ പരിഗണനം ചെയ്യട്ടെ. നിർമ്മല ഹൃദയത്തോടും വിശുദ്ധ വിചാരങ്ങളോടും കൂടി ഞങ്ങൾ അങ്ങേക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുകയും അങ്ങ് കഞ്ഞി നൽകിയ രക്ഷയെ പ്രതി നിരന്തരം അങ്ങയെ സ്തുതിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കം. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകഴെന്നും ഞാൻ. സകലേശാ നിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം.
പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെ നാഥനും ശ്രേഷ്ഠാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. അധ്യായം 25 8 മുതൽ 17 വരെ. വർഷങ്ങളുടെ 7 വർഷം സാപത്തുകൾ എണ്ണുക. 7 പ്രാവശ്യം 7 വർഷങ്ങൾ. വർഷങ്ങളുടെ 7 സാപത്തുകളുടെ ദൈർഘ്യം 49 വർഷങ്ങൾ. 7-ാം മാസം 10-ാം ദിവസം നിങ്ങൾ എല്ലായിടത്തും കാഹളം മുഴക്കണം. പാപപരിഹാര ദിനമായ അന്ന് ദേശം മുഴുവൻ കാഹളം മുഴക്കണം. 50-ാം വർഷത്തെ നീ വിശുദ്ധീകരിക്കണം. ദേശവാസികൾക്കെല്ലാം സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കണം. അത് നിങ്ങൾക്ക് ജൂബിലി വർഷമായിരിക്കും. ഓരോരുത്തരും തങ്ങളുടെ സ്വത്ത് തിരികെ ലഭിക്കണം. ഓരോരുത്തർക്കും തങ്ങളുടെ കുടുംബത്തിലേക്ക് മടങ്ങിപ്പോകട്ടെ. 50-ാം വർഷം നിങ്ങൾക്ക് ജൂബിലി വർഷമായിരിക്കണം. ആ വർഷം വിതയ്ക്കുകയോ ഭൂമിയിൽ താനെ വളരുന്നവ കൊയ്യുകയോ
മുറിക്കാത്ത മുന്തിരിവള്ളിയിലെ ഫലങ്ങൾ ശേഖരിക്കുകയുമരുത്. എന്തെന്നാൽ അത് ജൂബിലി വർഷമാണ്. അത് നിങ്ങൾക്ക് വിശുദ്ധമായിരിക്കണം. വയലിൽ നിന്ന് കിട്ടുന്നവ മാത്രം നിങ്ങൾക്ക് ഭക്ഷിക്കാം. ജൂബിലിയുടെ ഈ വർഷത്തിൽ ഓരോരുത്തരും തങ്ങളുടെ അവകാശ സ്ഥലത്തേക്ക് തിരികെ പോകണം. നിങ്ങൾ പരസ്പരം ഞെരുക്കരുത്. ദൈവത്തെ ഭയപ്പെടണം. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുനാമത്തിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം എന്നീ വേദികയിൽ. പിതാവിനും സുതനും ൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുവാനും ഗ്രഹിക്കുവാനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും ഞങ്ങൾ നിരന്തരം അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എന്റെ സഹോദരനെ, വിശുദ്ധ പൗലോസ്യ റോമാക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം 8 31 മുതൽ 39 വരെയുള്ള തിരുവചനങ്ങൾ ഗുരു ആശ്രയിച്ചു. ഇതിനെക്കുറിച്ച് നാം എന്താണ് പറയേണ്ടത്? ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആരും നമുക്ക് എതിർ നിൽക്കും? സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? ദൈവം തിരഞ്ഞെടുത്തവരുടെ മേൽ ആര് കുറ്റം ആരോപിക്കും? നീതീകരിക്കുന്നവൻ ദൈവമാണ്. ആരാണ് ശിക്ഷാവിധി നടത്തുക? മരിച്ചവനെങ്കിലും ഉത്ഥാനം ചെയ്തവനും ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്ന നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നവനുമായ യേശു ക്രിസ്തു തന്നെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ക്ലേശമോ, ദുരിതമോ, പീഡനമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? എന്തെന്നാൽ മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ അധികാരങ്ങൾക്കോ ഇക്കാലത്തുള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ ശക്തികൾക്കോ ഉയരത്തിനോ ആഴത്തിനോ മറ്റേതെങ്കിലും സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്താൻ കഴിയുകയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നല്ലൊരാശയമെൻ മനനായി
അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് എൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എൻ്റെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെയും സിസ്റ്റേഴ്സ് സന്തോഷത്തിൽ പങ്കുചേരുന്നതിന് വേണ്ടി ഇവിടെ ആയിരിക്കുന്നവരും ഓൺലൈനിൽ ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നവരുമായ പ്രിയ ബഹുമാനപ്പെട്ട അച്ഛന്മാർ, സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരന്മാർ, ഏറ്റവും അനുഗ്രഹീതമായ, ഏറ്റവും സന്തോഷകരമായ, ഏറ്റവും മംഗളകരമായ ഒരു തിരുക്കർമ്മത്തിലാണ് നമ്മളെല്ലാവരും സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായ 8 സിസ്റ്റേഴ്സ്, ലളിത, പ്രസന്ന, സിസ്റ്റർ സുന, ശാരികമ്മ, സിസ്റ്റർ ശാരിന, സിസ്റ്റർ സിദ്ധി, സുസമ, സിസ്റ്റർ രഞ്ജിനി, 8 പേര് നമ്മുടെ സമർപ്പിത ജീവിതത്തിലെ 50 വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ്. സമർപ്പിത ജീവിതത്തിൻ്റെ സുവർണ ജൂബിലി നമ്മളെല്ലാവരും ഇവരോട് ചേർന്ന് ആഘോഷിക്കുകയാണ്. ഈ ആഘോഷം ഏറ്റവും ലളിതമായ വിധത്തിൽ നടത്തപ്പെടേണ്ടതായിട്ട് വന്നതുകൊണ്ട് അധികം പേരൊന്നും ഈ ആഘോഷ പരിപാടികളിൽ സംബന്ധിക്കുന്നില്ല, ആക്ച്വലായിട്ട് സംബന്ധിക്കുന്നില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ എല്ലാവരുടെയും ആത്മീയമായ സാന്നിധ്യം ഇവരോട് കൂടെയുണ്ട്. ഈ തിരുക്കർമ്മത്തിൽ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നവരായ എൻ്റെ പ്രിയപ്പെട്ടവരായ എല്ലാവരും ചേർന്നുകൊണ്ട് 8 പേർക്കും സുവർണ ജൂബിലിയുടെ എല്ലാവിധ മംഗളങ്ങളും പ്രാർത്ഥനാശംസകളും ഏറ്റവും സ്നേഹപൂർവ്വം ഞാൻ നേരുകയാണ്. ജൂബിലി ആഘോഷത്തിൻ്റെ ഉദ്ദേശം നമുക്ക് എല്ലാവർക്കും അറിയാം. സർവപ്രധാനമായ ഉദ്ദേശം ദൈവത്തിനെ നന്ദി പ്രകാശിപ്പിക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ 50 വർഷമായിട്ട് ദൈവം ഇവരുടെ മേൽ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾ ഇന്ന് ഇവരോട് ചേർന്ന് ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കുന്നു. ഇവരിലൂടെ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ ഓർത്തും ദൈവത്തിന് നമ്മൾ നന്ദി പ്രകാശിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവരെ പ്രതി നമ്മൾ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്യുകയാണ്. ഓരോരുത്തരും നമുക്ക് എന്തായിരുന്നുവെന്ന്, ഓരോരുത്തരും നമ്മുടെ ജീവിതത്തെ എത്രമാത്രം സമ്പന്നമാക്കി, ഓരോരുത്തരുടെയും എത്രമാത്രം അനുഗ്രഹം നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ചു എന്നതിനെപ്പറ്റി ഓർത്തുകൊണ്ട് നമ്മൾ ഇവരെ പ്രതിയും ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ടവരായ വ്യക്തികൾ നമ്മിൽ നിന്നും അകന്ന് പോയി കഴിയുമ്പോഴാണ് അപ്പോൾ നമുക്ക് ആരായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഇതുമാത്രം അവർ നമ്മുടെ ജീവിതത്തെ സമ്പന്നമാക്കിയിട്ടുണ്ട്. ഇത്ര വലിയ കടപ്പാട് നമുക്ക് അവരോട് ഉണ്ടായിരുന്നു എന്നതിനെപ്പറ്റിയെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, നമ്മളിന്ന്
ഇവർക്ക് ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കുക മാത്രമല്ല, ഇവരിലൂടെ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പ്രകാശിപ്പിക്കുക മാത്രമല്ല, ഇവരെ പ്രതിയും ദൈവത്തിന് നമ്മൾ നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്യും. ദൈവത്തിന് നമുക്ക് ഇവിടുത്തെ പൂർണ്ണതയ്ക്ക് യോജിച്ച തരത്തിലുള്ള നന്ദി പ്രകാശിപ്പിക്കാൻ സാധിക്കുകയും നമ്മളെല്ലാവരും പരിമിതരായ മനുഷ്യരാണ്. പരിമിതരായി നമുക്ക് പരിപൂർണത തന്നെയായ ദൈവത്തിനെ, പരിപൂർണനായ ദൈവത്തിന് അവിടുത്തെ പൂർണ്ണതയ്ക്ക് യോജിച്ച തരത്തിലുള്ള നന്ദി പ്രകാശിപ്പിക്കാൻ ഒരിക്കലും സാധിക്കുകയില്ല. ദൈവത്തിന് ഏറ്റവും സ്വീകാര്യമായ നന്ദി പ്രകാശനമുണ്ട്. അതാണ് അവിടുത്തെ തിരുക്കുമാരൻ കാൽവരിയിൽ അർപ്പിച്ച സ്തുതിയുടെയും കൃതജ്ഞതയുടെയും പരിഹാരത്തിൻ്റെയും ബലി. ആ ബലിയാണ് ഇന്ന് ഇപ്പോൾ കൗദാശികമായിട്ട് ഇവിടെ അർപ്പിക്കപ്പെടുന്നത്. ഒരു വിശുദ്ധ കുർബാനയും അർപ്പിക്കപ്പെടുമ്പോൾ പിതാവായ ദൈവം തൻ്റെ തിരുക്കുമാരനിലൂടെ നമുക്ക് കനിഞ്ഞു നൽകിയ രക്ഷയെ പ്രതി നമ്മൾ അവിടത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയാണ്. അവിടത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുകയാണ്. ഈ ദിവസം, ഈ സുവർണ ജൂബിലി ആഘോഷിക്കപ്പെടുന്ന ഈ ദിവസം, അവിടുന്ന് ഈ 8 ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിലൂടെ നമുക്ക് കനിഞ്ഞു നൽകിയ അനുഗ്രഹങ്ങളെ പ്രതി, അവർക്ക് ദൈവം കനിഞ്ഞു നൽകിയ അനുഗ്രഹങ്ങളെ പ്രതി, നമുക്ക് ഇവരെ ഓരോരുത്തരെയും കനിഞ്ഞു നൽകിയതിനെ പ്രതി നമ്മൾ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ അവസരത്തിൽ ഇവരോട് നന്ദി പ്രകാശിപ്പിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഈ ജൂബിലി ആഘോഷത്തിൻ്റെ അവസരത്തിൽ അവർക്ക് ഓരോരുത്തരും നമുക്ക് വേണ്ടി ചെയ്തിട്ടുള്ള എല്ലാ നല്ല കാര്യങ്ങൾ ഓർത്തുകൊണ്ട് ഇവരോട് നമ്മൾ പറയണം, നന്ദി എന്ന് പറയണം. നന്ദി പ്രകാശിപ്പിക്കുന്നതിൽ വളരെയേറെ വിമുഖത കാണിക്കുന്ന വ്യക്തികളാണ് ഓരോരുത്തരും. നമുക്കതൊരു മടിയാണ്. നന്ദി എന്ന് പറയാൻ പലപ്പോഴും നമുക്ക് നാണം തോന്നുന്നത് പോലെ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് നന്ദി പ്രകാശിപ്പിക്കണം. അവർ മരിച്ചു കഴിയുമ്പോഴല്ല, അവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവർക്ക് നന്ദി പ്രകാശിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അതുകൊണ്ട് ഇന്നേ ദിവസം ഇവിടെ 8 പേരോടും നമ്മളെല്ലാവരും ഇപ്പം നമുക്ക് വേണ്ടി ഇത്രയും കാലം ചെയ്ത സേവനങ്ങളെ പ്രതി ഇവർക്ക് നന്ദി പ്രകാശിപ്പിക്കണം. ഒരു വിമുഖതയും അക്കാര്യത്തിൽ നമ്മൾ കാണിക്കരുത്. കുർബാനയ്ക്ക് ശേഷം ഞാനൊരു ചെറിയ സമ്മാനങ്ങൾ കൊടുത്തുകൊണ്ട് ജൂബിലി മംഗളങ്ങൾ ആശംസിക്കുക മാത്രമല്ല, ഇത് പറയും, നന്ദി എന്ന് പറയും. ഇത് പറയാൻ നമുക്ക് സാധിക്കണം. നമ്മളെല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അത്രമാത്രം അങ്ങനെ നന്ദി എന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന നന്ദി നമുക്ക് പ്രകാശിപ്പിക്കാൻ സാധിക്കുകയില്ല. വേണ്ട വിധത്തിൽ പ്രകാശിപ്പിക്കാൻ നമുക്ക് ഒരിക്കലും സാധിക്കുകയില്ല. അത് നമുക്ക് സാധിക്കേണ്ടത് നമ്മുടെ വാക്കുകളിലൂടെ നമുക്ക് പ്രകടിപ്പിക്കാൻ സാധിക്കാത്തതായ നന്ദി നമ്മൾ പ്രകടിപ്പിക്കേണ്ടത് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ്. ഒരു ജൂബിലി ആഘോഷവും ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കേണ്ട അവസരമാണ്. ജൂബിലേറിയൻസിന് നന്ദി പ്രകാശിപ്പിക്കേണ്ട അവസരമാണ്. അതോടൊപ്പം തന്നെ ജൂബിലേറിയൻസിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ട ഒരവസരമാണ്. അപ്രകാരം ചെയ്യാനായിട്ട് വലിയൊരു ആഘോഷത്തിൻ്റെ ആവശ്യമില്ല. വളരെയേറെ വ്യക്തികളുടെ സാന്നിധ്യത്തിൻ്റെയും ആവശ്യമില്ല. ഇന്ന് പരിമിതരായ നമ്പർ വ്യക്തികൾ മാത്രമേ ഇവിടെ സന്നിഹിതരായിട്ടുള്ളൂ. പക്ഷെ ജൂബിലി ആഘോഷം ശരിക്കുള്ള ജൂബിലി ആഘോഷമാകണമെങ്കിൽ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യണം. അതല്ലാതെ ജൂബിലി ആഘോഷത്തെ സംബന്ധിച്ച് പോയാൽ ജൂബിലി ആഘോഷം നടന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ യഥാർത്ഥത്തിലുള്ള ജൂബിലി ആഘോഷമാവുകയില്ല. ദൈവത്തിന് ഹൃദയപൂർവ്വം നന്ദി പ്രകാശിപ്പിക്കണം. ജൂബിലേറിയൻസ് നന്ദി പ്രകാശിപ്പിക്കണം. അവർക്ക് വേണ്ടി ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുവാനും നമുക്ക് സാധിക്കണം. ഇത്രയും പ്രാവശ്യം ജൂബിലി ആഘോഷങ്ങൾ നമ്മൾ സംബന്ധിച്ചിട്ടുണ്ട്. നമ്മൾ സംബന്ധിക്കുന്നു, കുർബാനയിൽ പങ്കെടുക്കുന്നു, അവർക്ക് മംഗളങ്ങൾ നേരുന്നു. പക്ഷേ ജൂബിലി, യഥാർത്ഥത്തിലുള്ള ജൂബിലി ആഘോഷം, ഇപ്രകാരമുള്ള ജൂബിലി ആഘോഷം നടത്തപ്പെടാനായിട്ട് അപ്പോഴൊക്കെ സാധിച്ചിട്ടുണ്ടോ എന്നതിനെ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഇംഗ്ലീഷിൽ പറയാറുണ്ട്, it is not enough that we do things well. It is not enough that we do things well. We must do things properly and effectively. അതായത് ഒരു കാര്യം
നന്നായിട്ട് ചെയ്തതുകൊണ്ട് മാത്രമായില്ല. എല്ലാവരോട് ചോദിക്കുമ്പോൾ അടിപൊളിയായിരുന്നു പറയും. നന്നായിരുന്നു പറയുന്നതിന് പകരം മറ്റുള്ളവർ പറയുന്നത് അങ്ങനെ അടിപൊളിയായിരുന്നു. നന്നായിട്ട് ചെയ്തതുകൊണ്ട് മാത്രമായില്ല, ചെയ്യേണ്ട വിധത്തിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കണം. ഫലപ്രദമായ വിധത്തിൽ ചെയ്യാനും നമുക്ക് സാധിക്കണം. ഈ ജൂബിലി ആഘോഷവും അപ്രകാരമുള്ള ഒരു ആഘോഷമാക്കി തീർക്കുവാൻ ഇത് ഏറ്റവും ലളിതമായ വിധത്തിൽ നടത്തപ്പെടുന്ന ഒരു ആഘോഷമാണെങ്കിൽ പോലും ശരിക്കുള്ള ഏറ്റവും അനുയോജ്യമായ തരത്തിലുള്ള ഒരു ജൂബിലി ആഘോഷമാക്കി മാറ്റുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ദൈവത്തിന് നമുക്ക് ഹൃദയപൂർവ്വം നന്ദി പ്രകാശിപ്പിക്കാം. ഇവർക്ക് നമുക്ക് ഹൃദയപൂർവ്വം നന്ദി പ്രകാശിപ്പിക്കാം. ഇവർക്ക് ഓരോരുത്തർക്കും വേണ്ടി ഹൃദയപൂർവ്വം ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നിങ്ങൾ ഓരോരുത്തരും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ പാലക്കാട് രൂപത സ്ഥാപിതമാകുന്നതിന് മുൻപ് തന്നെ, ഈ ഒരു പ്രോവിൻസ് സ്ഥാപിതമാകുന്നതിന് മുൻപ് തന്നെ തൃശ്ശൂർ കേന്ദ്രമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വിമല പ്രോവിൻസിലെ അംഗങ്ങളായിട്ട് സന്യാസ ജീവിതം ആരംഭിച്ചവരാണ്. 50 വർഷങ്ങൾക്ക് മുൻപ് 50 വർഷം പൂർത്തിയാകുവാൻ ഏതാനും മാസങ്ങൾ കൂടി മതിയാകും. 50 വർഷങ്ങൾക്ക് മുൻപ് നിങ്ങളുടെ സമർപ്പിത ജീവിതം ആരംഭിച്ചതാണ്. എന്നാൽ പാലക്കാട് രൂപത സ്ഥാപിതമായി കഴിഞ്ഞപ്പോൾ, ഇവിടെ ഒരു പ്രോവിൻസ് സ്ഥാപിതമായി കഴിഞ്ഞപ്പോൾ ഈ പ്രദേശത്തേക്ക് സേവനത്തിനായിട്ട് വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രേക്ഷിത തീഷ്ണതയോടെ ഈ പ്രദേശത്തേക്ക് കടന്നു വന്നവരാണ് നിങ്ങൾ ഓരോരുത്തരും. 8 പേരും പ്രകാരം വന്നവരാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ കൂടി ഉണ്ടായിരുന്നു, സിസ്റ്റർ ആത്മ. വർഷങ്ങൾക്ക് മുൻപ് നിത്യസമ്മാനത്തിനായിട്ട് കർത്താവിൻ്റെ പക്കലേക്ക് യാത്രയായി. നിങ്ങൾ ഓരോരുത്തരും അപ്രകാരം നിങ്ങൾക്ക് സുഖമായിട്ട് കഴിയാമായിരുന്ന തൃശ്ശൂർ പ്രോവിൻസിൽ നിന്ന് ഈ പ്രദേശത്തേക്ക്, ഒരു മിഷൻ പ്രദേശമായിട്ട് കണക്കാക്കപ്പെട്ടിരുന്ന ഈ പ്രദേശത്തേക്ക് അതിൻ്റെതായിട്ടുള്ള എല്ലാ വെല്ലുവിളികളെയും സ്വീകരിക്കുവാനുള്ള സന്നദ്ധതയോടെ, തീഷ്ണതയോടെ കടന്ന് വന്നവരാണ് നിങ്ങൾ ഓരോരുത്തരും. പിതാവായ ദൈവം അബ്രാഹത്തെ വിളിച്ചുകൊണ്ട് അബ്രാഹത്തോട് പറയുകയുണ്ടായി, ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് നീ പോവുക എന്ന്. ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് നീ പോവുക, ഞാൻ നിന്നെ ഒരു അനുഗ്രഹമാക്കി മാറ്റും, വളരെയേറെ പേര് നിന്നിലൂടെ അനുഗ്രഹീതരാകുമെന്ന് അബ്രാഹത്തോട് കർത്താവ് പറയുകയുണ്ടായി. നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പ്രദേശമായിരുന്നു പാലക്കാട് പ്രദേശം. അന്ന് കോയമ്പത്തൂർ, രാമനാഥപുരം രൂപത ഉൾപ്പെടുന്ന പ്രദേശവും പാലക്കാടിൻ്റെ ഭാഗമായി. ഈ പ്രദേശത്തേക്ക് പോകുവാൻ നിങ്ങളെ പ്രേരിപ്പിച്ചത് ദൈവം തന്നെയാണ്. നിങ്ങൾ ആ ദൈവികമായ പ്രേരണയ്ക്ക് പ്രത്യുത്തരം നൽകിക്കൊണ്ട് ഈ പ്രദേശത്തേക്ക് വരുവാനും 50 വർഷം അല്ലെങ്കിൽ 50ഓളം വർഷങ്ങൾ ഇവിടെ സുദീർഘമായ വിധത്തിൽ സേവനം അനുഷ്ഠിക്കുവാനുമുള്ള സന്നദ്ധത നിങ്ങൾ പ്രകടിപ്പിച്ചു. നിങ്ങൾ ഈ പ്രദേശത്തേക്ക് വന്ന് അന്നത്തെ സാഹചര്യം, 50 വർഷങ്ങൾക്ക് മുൻപുള്ള സാഹചര്യം അതിനേറ്റവും കൂടുതലായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 24 വർഷം മുൻപുള്ള സാഹചര്യം മാത്രമേ എനിക്കറിയുള്ളൂ. പക്ഷെ അതിനേക്കാൾ മുൻപുള്ള സാഹചര്യം വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യം, യാത്രാ സൗകര്യങ്ങൾ കുറവ്, അതുപോലെ തന്നെ മറ്റ് സൗകര്യങ്ങളെല്ലാം കുറവുള്ള ഒരു അവസരത്തിലെ വളരെയേറെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും നിറഞ്ഞ ആ ഒരു സാഹചര്യത്തിൽ അവയെല്ലാം സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് ഇവിടെ പ്രവർത്തിക്കുവാനുള്ള സന്നദ്ധത നിങ്ങൾ പ്രകടിപ്പിച്ചു. നിങ്ങൾ ഓരോരുത്തരും വിവിധ മേഖലകളിൽ വളരെയേറെ തീഷ്ണതയോടെ നിങ്ങൾ പ്രവർത്തിച്ചു. പൗലോസ്ലീഹ എഫേസ്യർക്കുള്ള ലേഖനം 4-ാം അധ്യായം 11-12 തിരുവചനങ്ങൾ ഇപ്രകാരം പറയുന്നുണ്ട്. അവൻ ചിലർക്ക് അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും ഇടയന്മാരും പ്രബോധകരും പ്രഘോഷകരുമാകുവാനുള്ള വരം, പ്രഘോഷകരും മറ്റുമാകാനുള്ള വരം നൽകിയെന്ന് പറയുന്നുണ്ട്. ചിലരെ ഏതെല്ലാം വരം നൽകി വിളിച്ചു എന്നതിനെ പറ്റിയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കർത്താവ് നിങ്ങൾക്ക് നൽകിയ വരം സമർപ്പിതരായിട്ട് ജീവിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. തുടർന്ന് പൗലോസ്ലീഹ പറയുന്നുണ്ട്, ദൈവത്തിന്റെ ജനത്തെ വിശുദ്ധരെ പരിപൂർണരാക്കുന്നതിനും ശുശ്രൂഷയുടെ ജോലി ചെയ്തുകൊണ്ട് കർത്താവിന്റെ ശരീരത്തെ പടുതുയർത്തുന്നതിനും വേണ്ടിയാണ് ഈ വരം അവിടെ നൽകിയിരിക്കുന്നത് എന്ന്. നമുക്കെല്ലാവർക്കും ഈ വരം ലഭിച്ചവരാണ്. ഇവിടെ ഒരു ഏർപ്പെട്ട
ശുശ്രൂഷകനായിട്ട് ശുശ്രൂഷിക്കാനുള്ള വരം എനിക്ക് ദൈവം നൽകി. അച്ഛന്മാർക്ക് വൈദികരായി ശുശ്രൂഷിക്കാനുള്ള വരം ദൈവം നൽകി. നിങ്ങൾക്ക് സമർപ്പിതരായിട്ട് ശുശ്രൂഷിക്കാനുള്ള വരം നൽകി. നമുക്കെല്ലാവർക്കും ഈ വരം നൽകപ്പെട്ടിരിക്കുന്നത് വിശുദ്ധരെ പരിപൂർണരാക്കുക. വിശുദ്ധരെന്ന് വെച്ചാൽ കർത്താവിൽ വിശ്വസിക്കുന്നവരെ, മാമോദീസ സ്വീകരിച്ച് ഈ ഒരു വിശ്വാസ സമൂഹത്തിന്റെ അംഗങ്ങളായിട്ട് മാറിയവരെ, അവരെ പരിപൂർണരാക്കുക. ഒരു വിശുദ്ധീകരിക്കപ്പെട്ടവരാണ്. അവരെ പരിപൂർണരാക്കാനുള്ള ആ ഒരു വിളിയാണ്. ശുശ്രൂഷയുടെ ജോലി കൊണ്ട് അവരെ പരിപൂർണരാക്കുക. പരിപൂർണരാക്കുക മാത്രമല്ല, കർത്താവിന്റെ ശരീരത്തെ പണിതുയർത്തുക. ദ ബിൽഡ് അപ്പ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. വളർത്തുക. നമ്മൾ യൗസേപ്പ് പിതാവിന്റെ വർഷം ആചരിക്കുകയാണ്. യൗസേപ്പ് എന്ന വാക്കിന്റെ അർത്ഥം വളർത്തുന്നവരെന്നാണ്. നിങ്ങൾ ഓരോരുത്തരും 50 വർഷമായിട്ട് ഈ പ്രാദേശിക സഭയെ വളർത്തിയവരാണ്. വിവിധ തരത്തിലുള്ള ശുശ്രൂഷകൾ ചെയ്തുകൊണ്ട് ഈ പ്രാദേശിക സഭയെ അന്നത്തെ സ്ഥിതിയിൽ നിന്നും ഇന്നത്തെ സ്ഥിതിയിലേക്ക് വളർത്തിയവരാണ് നിങ്ങൾ. നിങ്ങളിൽ 6 പേരും അധ്യാപന ശുശ്രൂഷയിലാണ് വ്യാപൃതരായിരുന്നത്. 2 പേര് സിസ്റ്റർ സിദ്ധിയും സിസ്റ്റർ പ്രസന്നയും ആതുര ശുശ്രൂഷ മേഖലയിലാണ് വ്യാപൃതരായത്. ആ ശുശ്രൂഷയുടെ ജോലിയാണ് നിങ്ങൾ നിർവഹിച്ചത്. അതോടൊപ്പം തന്നെ ഇടവക സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, വിശ്വാസ പരിശീലനം, സംഘടനകളുടെ ആനിമേറ്റർ, അതുപോലെ തന്നെ കുടുംബ നവീകരണ പ്രവർത്തനങ്ങൾ, ഇതുപോലുള്ള ഓരോ പ്രവർത്തനത്തിലും സഭയുമായിട്ട് ബന്ധപ്പെട്ട, നിങ്ങളുടെ പ്രോവിൻസുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ മാത്രമല്ല, നിങ്ങൾ സേവനമനുഷ്ഠിച്ച സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ മാത്രമല്ല, ഇടവകയായിട്ടും രൂപതയായിട്ടും ബന്ധപ്പെട്ട ഇടവക തലത്തിലും രൂപത തലത്തിലും ഓരോരോ തരത്തിലുള്ള ശുശ്രൂഷ ചെയ്തുകൊണ്ട്, ഞങ്ങൾ ചെയ്യുന്നത് പോലെ നിങ്ങളും ശുശ്രൂഷയുടെ ജോലി ചെയ്തുകൊണ്ട് ഈ സഭാ സമൂഹത്തെ പടുത്തുയർത്തിയവരാണ് നിങ്ങൾ ഓരോരുത്തരും. അപ്രകാരം പടുത്തുയർത്തിയതിന്റെ 50 വർഷം അക്ഷീണം അതിതീഷ്ണതയോടെ പ്രവർത്തിച്ചതിന്റെ ആ ഒരു ക്ഷീണമെല്ലാം നിങ്ങൾക്കുണ്ടാകും. പൗലോസ് കൊറിന്തോസ്യരുടെ ലേഖനം 2-ാമത്തെ ലേഖനം 15-ാം അധ്യായം 12-ാമത്തെ തിരുവചനത്തിൽ പ്രകാരം പറയുന്നുണ്ട്, ഞാൻ അതീവ സന്തോഷത്തോടെ എന്നെ തന്നെ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുകയും എന്നെ തന്നെ നിങ്ങൾക്ക് വേണ്ടി വ്യയം ചെയ്യുകയും ചെയ്യുന്നുവെന്ന്. പൗലോസ് തന്നെ തന്നെ സമർപ്പിച്ചു. ഇവിടെയെല്ലാം ശുശ്രൂഷ ചെയ്തു. ഇവിടെയുള്ള ജനത്തിന് വേണ്ടി, ക്രിസ്തുവിന് വേണ്ടി തന്നെ തന്നെ സമർപ്പിച്ചു, തന്നെ തന്നെ വ്യയം ചെയ്തു അദ്ദേഹം. നിങ്ങൾ ഓരോരുത്തരും 50 വർഷം ചെയ്തതാണ്. 50 വർഷത്തെ സമർപ്പണം, 50 വർഷം നിങ്ങളെ തന്നെ നിങ്ങൾ വ്യയം ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അതിൻ്റെതായിട്ടുള്ള ക്ഷീണം നിങ്ങൾക്കുണ്ടാകും. പക്ഷെ വലിയ ക്ഷീണം ഉണ്ടായിട്ടുള്ള തോന്നുന്നില്ല. മറ്റു ചില അവസരങ്ങളിലൊക്കെ സുവർണ ജൂബിലേക്ക് ആഘോഷിക്കപ്പെടുന്ന അവസരത്തിൽ സിസ്റ്റേഴ്സ് കൂടുതൽ ക്ഷീണിതരായിട്ടാണ് കാണപ്പെട്ടിട്ടുള്ളത്. പക്ഷെ നിങ്ങൾ വലിയ ക്ഷീണം നിങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല. നിങ്ങൾ കൂടുതൽ പ്രവർത്തിച്ചെങ്കിലും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ശക്തി, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ചൈതന്യം കർത്താവ് നൽകി. അതുകൊണ്ടാണ് നിങ്ങൾക്ക് മറ്റ് സിസ്റ്റേഴ്സിന് ഉണ്ടായിരുന്നത് പോലുള്ള ഇത്രമാത്രം ക്ഷീണം നിങ്ങൾക്ക് ഉള്ളതായിട്ട് തോന്നാതിരിക്കുന്നത്. ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചു. നിങ്ങൾ വളരെയേറെ അധ്വാനിച്ചു. അധ്വാനത്തിൻ്റെ ഫലം നിങ്ങളെല്ലാവരും ഇവിടെ കാണുകയാണ്. ഞാനിവിടെ വന്നപ്പോൾ അത് കണ്ടു. അട്ടപ്പാടി പ്രദേശത്തും പാലക്കാട് പ്രദേശത്തും രാമനാഥപുരം പ്രദേശത്തുമൊക്കെ ഞാനത് കണ്ടു. നിങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലം. നിങ്ങൾ എത്രമാത്രം ഈ പ്രാദേശിക സഭയെ നിങ്ങൾ വളർത്തി എന്നത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. നമ്മൾ ഒരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 24 വർഷമായിട്ട് നമ്മൾ ഒരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഈ പ്രാദേശിക സഭയെ കർത്താവ് ആഗ്രഹിക്കുന്ന വിധത്തിൽ വളർത്താനായിട്ട് ശുശ്രൂഷയുടെ ജോലി ചെയ്തുകൊണ്ട് ഓരോരുത്തരും ഓരോ ശുശ്രൂഷ ചെയ്യുകയാണ്. ഞാൻ എൻ്റെ ശുശ്രൂഷ ചെയ്യുന്നു, എനിക്ക് ഏൽപ്പിക്കപ്പെട്ട ശുശ്രൂഷ ചെയ്യുന്നു. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടേതായ തരത്തിലുള്ള ശുശ്രൂഷ ചെയ്യുന്നു. ആ ശുശ്രൂഷയിൽ എത്രമാത്രം പ്രതിബദ്ധത നിങ്ങൾ ഓരോരുത്തരും പ്രകടിപ്പിച്ചു എന്നുള്ളത് നിങ്ങളുടെ ജീവിതത്തെ പറ്റി മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വളരെയേറെ ബോധ്യമാകുന്നുണ്ട്. പരിചിതമല്ലാത്ത ഭാഷ പഠിച്ച് അനുഭവയും സൂനയും തമിഴ് ഭാഷ വളരെ നന്നായിട്ട് പഠിച്ച് ദീർഘകാലം സ്കൂളിൽ സേവനം അനുഷ്ഠിച്ചു. ഹെഡ്മിസ്ട്രസ്സായിട്ടും അതുപോലെ തന്നെ അധ്യാപകരായിട്ടും ഒക്കെ അധ്യാപികമാരായിട്ടും ഒക്കെ ശുശ്രൂഷ ചെയ്തു. മറ്റുള്ളവർ സിസ്റ്റർ സിദ്ധിയാണെങ്കിൽ കൈ കൊടിയൊക്കെ സംഭവിച്ചെങ്കിലും ഇതെല്ലാം ഈ ചികിത്സിച്ച് ഒരു വിധത്തിലൊക്കെ ഭേദമാക്കിക്കൊണ്ട്
വളരെ അതിന് മുൻപുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ശുശ്രൂഷ എന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്ത്യാനിന് അപകടത്തിൽപ്പെട്ടെങ്കിലും അതിൽ നിന്നും രക്ഷ പ്രാപിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപകടം പറ്റിയ സിസ്റ്റർ ലളിത കഴിഞ്ഞ 25 വർഷമായിട്ട് അപകടത്തിൻ്റെതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുകൾ സഹിച്ചുകൊണ്ട് സന്തോഷത്തോടെ നിങ്ങൾ ശുശ്രൂഷ ചെയ്യുക. നിങ്ങളോട് സംസാരിച്ച അവസരത്തിലും ഇന്നലെ ഞാൻ നിങ്ങളെ കണ്ട് സംസാരിച്ചു. നിങ്ങളെ കണ്ട് സംസാരിച്ച അവസരത്തിലും ആ ഒരു സന്തോഷമാണ് നിങ്ങളിൽ എനിക്ക് ദർശിക്കാനായിട്ട് സാധിച്ചത്. സുപ്രസിദ്ധ ദൈവശാസ്ത്രജ്ഞനായ കാൾ റാണർ അറിയപ്പെടുന്ന വ്യക്തിയാണ് അദ്ദേഹം. ഏറ്റവും വലിയൊരു ദൈവശാസ്ത്ര പണ്ഡിതനായിട്ടാണ് അദ്ദേഹത്തെ എല്ലാവരും കാണുന്നത്. അദ്ദേഹത്തിൻ്റെ പൗരോഹിത ജീവിതത്തിൻ്റെ സുവർണ ജൂബിലി ആഘോഷിക്കപ്പെട്ട അവസരത്തിൽ ഈ മംഗളാശംസകൾക്കെല്ലാം നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഒരു മറുപടി പ്രസംഗം നടത്തുകയുണ്ടായി. ആ മറുപടി പ്രസംഗം ആരംഭിച്ചത് ഇപ്രകാരമാണ്: ഐ ഹാവ് നോ റിഗ്രറ്റ്സ്. എനിക്ക് ഒരു തരത്തിലുള്ള ഖേദവുമില്ല. ഈ ജീവിതാന്തസ്സിലേക്ക് കടന്നു വന്നതിൻ്റെ പേരിൽ, എനിക്ക് അനുഭവിക്കേണ്ടി വന്ന ബുദ്ധിമുട്ടുകളുടെ പേരിൽ, എനിക്ക് ത്യജിക്കേണ്ടി വന്ന കാര്യങ്ങളുടെ പേരിൽ യാതൊരു ഖേദവുമില്ല. മറിച്ച് അദ്ദേഹം പറയുകയുണ്ടായി, മൈ ഹാർട്ട് ഈസ് ഫുൾ ഓഫ് ലവ്, ഫുൾ ഓഫ് ജോയ്, ഫുൾ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. എൻ്റെ ഹൃദയം നിറയെ സന്തോഷമാണ്, എൻ്റെ ഹൃദയം നിറയെ സ്നേഹമാണ്, എൻ്റെ ഹൃദയം നിറയെ നന്ദിയാണ്. കാരണം എനിക്ക് എൻ്റെ ജീവിതം സേവനത്തിലൂടെ ധന്യമാക്കാനായിട്ട് സാധിച്ചു. സേവനത്തിലൂടെ ധന്യമാക്കാനായിട്ട് സാധിച്ചു. അതിൻ്റെ സന്തോഷമാണ് ഞാൻ ഇന്ന് അനുഭവിക്കുന്നതെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. നിങ്ങളും അതിനെ ചെയ്യുന്നു. നിങ്ങൾ ഈ ഒരു ജീവിതം അവലംബിച്ചതിനെ പ്രതി, ഇവിടേക്ക് മിഷണറിമാരായിട്ട് വന്നതിനെ പ്രതി, അതിൻ്റെ പേരിൽ നിങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടുകളെ പ്രതി, അതിൻ്റെ പേരിൽ നിങ്ങൾക്ക് സഹിക്കേണ്ടി വന്ന കഷ്ടപ്പാടുകളെ പ്രതി നിങ്ങൾ ആരും ദുഃഖിക്കുന്നില്ല എന്ന് എനിക്കറിയാം. പക്ഷെ നിങ്ങൾ അതെല്ലാം സന്തോഷത്തോടെ ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾ ഇവിടെയുള്ള ജനത്തിന് സേവനം ചെയ്തു. ആ സേവനത്തിലൂടെ നിങ്ങൾ നിങ്ങളുടെ ജീവിതം ധന്യമാക്കി. അതിൻ്റെ സന്തോഷമാണ് ഞങ്ങൾക്ക് നിങ്ങളെ കാണാനായിട്ട് സാധിക്കുക. തുടർന്ന് മുൻപ് ചെയ്തതുപോലുള്ള അത്രമാത്രം സേവനം ചെയ്ത് നിങ്ങൾക്ക് സാധിച്ചില്ല എങ്കിൽ പോലും തുടർന്നും ഇതുപോലെ തന്നെ സേവനം ചെയ്തുകൊണ്ട് സാധിക്കുന്ന വിധത്തിലുള്ള സേവനം അനുഷ്ഠിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതം ധന്യമാക്കാനായിട്ട് നിങ്ങൾ ഒരിക്കലും പരിശ്രമിക്കുമെന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങളുടെ എല്ലാ കൃപാവരങ്ങളും സമൃദ്ധമായിട്ട് നല്ല ദൈവം നിങ്ങൾക്ക് നൽകട്ടെ എന്നാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങൾ ചെയ്ത സേവനങ്ങളെ പറ്റി വിശദമായിട്ട് സംസാരിക്കുന്നില്ല. സ്കൂളിൽ പഠിപ്പിച്ചവരുണ്ട്, ശുശ്രൂഷണയെ പോലെ കോളേജിൽ പഠിപ്പിച്ചവരുണ്ട്, ഇപ്പോഴും കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സിസ്റ്റർ. അതുപോലെ തന്നെ സിസ്റ്റർ രഞ്ജിനി അധ്യാപികയായിട്ട് പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിൽ വളരെ താല്പര്യമെടുത്തുകൊണ്ട് അവർക്ക് വിശ്വാസ പരിശീലനം നൽകുന്ന കാര്യത്തിൽ വളരെ താല്പര്യമെടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ സിസ്റ്റർ കുട്ടികളുടെ കാര്യത്തിൽ ഇവരെല്ലാം നല്ല കുട്ടികളായിട്ട് വിശ്വപ്രായത്തിലും ജ്ഞാനത്തിലും വളർന്നെങ്കിൽ അത് ഒരു മാതാവിനെ അവസരപ്പിതാവും ഇങ്ങനെ വളർത്തിയത് കൊണ്ടാണ്. അങ്ങനെ കുട്ടികളെ വളർത്തിയവരാണ് നിങ്ങൾ ഓരോരുത്തരും. അതുപോലെ തന്നെ സിസ്റ്റർ ലളിത ഓഫീസ് ജോലി വളരെ പ്രതിബദ്ധതയോടെ വിശ്വസ്തയോടെ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോഴും ഞാൻ ഇത് ചെയ്തുകൊണ്ടിരിക്കുക. ഈ ബുദ്ധിമുട്ടുകളെല്ലാം സഹിച്ചുകൊണ്ട് ചെയ്യാവുന്ന ശുശ്രൂഷ. അതുകൊണ്ട് അതുപോലെ തന്നെ സിസ്റ്റർ പ്രസന്ന ഇപ്പോഴും പാലന ആശുപത്രിയിൽ ശുശ്രൂഷ ചെയ്യുകയാണ്. ആതുര ശുശ്രൂഷ ഒരു വിവിധ തലത്തിൽ ശുശ്രൂഷ ചെയ്യുന്നു. നിങ്ങൾ ആയിരിക്കുന്ന മേഖലകളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ വിശിഷ്ടമായ ശുശ്രൂഷകളെ പറ്റി, അതുവഴിയായിട്ട് നിങ്ങൾ ഈ ഒരു പ്രാദേശിക സഭയെ പടുത്തു ഉയർത്തിക്കൊണ്ടിരിക്കുന്നതിനെ പറ്റി, അതുവഴി നിങ്ങളുടെ ജീവിതം ഏർപ്പെട്ട് അനുഗ്രഹമാക്കി തീർക്കുന്നതിനെ കൂടി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നാണ് എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. തുടർന്ന് നിങ്ങളുടെ ജീവിതം സേവനം വഴി ധന്യമാക്കാനായിട്ട് നല്ല ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മ വായിച്ചു കേട്ട സ്തോത്രഗീതത്തിൽ പറയുകയുണ്ടായി, ഞാൻ എൻ്റെ ചിത്തം എൻ്റെ ദൈവം, എൻ്റെ ആത്മാവ് കർത്താവിൻ്റെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ ദൈവം, എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടെ തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ എല്ലാ തലമുറകളും എൻ്റെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. എന്തുകൊണ്ടെന്നാൽ ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ തന്നിരിക്കുന്നു. അതാണ് നിങ്ങൾ ഓരോരുത്തരും പറയുന്നത് എനിക്കറിയാം, നിങ്ങൾക്കറിയാം. ശക്തനായവൻ നിങ്ങൾക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നു. വലിയ ശുശ്രൂഷ ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിച്ചു. ഏൽപ്പിക്കപ്പെട്ട ശുശ്രൂഷ
ഏറ്റവും സ്നേഹത്തോടെ ചെയ്യാനായിട്ട് നിങ്ങൾ പരിശ്രമിച്ചു. തുടർന്ന് പ്രകാരം ചെയ്തുകൊണ്ട് ദൈവത്തിനും മനുഷ്യർക്കും ഒരു നല്ല ഉപകരണമായിട്ട് മാറുവാൻ, ഇവർക്ക് നിയമനുഗ്രഹമായിട്ട് മാറുവാൻ, അതുവഴിയായിട്ട് നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ ധന്യമാക്കി തീർക്കുവാൻ നല്ല ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്നൊക്കെ ദൈവം പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സുവർണ്ണ ജൂബിലിയുടെ എല്ലാവിധ മംഗളങ്ങളും പ്രാർത്ഥനാശംസകളും ഏറ്റവും സ്നേഹപൂർവ്വം നേരുന്നു. അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ പ്രതീക്ഷയോടെ കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. രക്ഷകനും പരിപാലകനും സകലത്തിന്റെയും ദാതാവുമായ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രാജ്യത്തിനും മറ്റെല്ലാ രാജ്യങ്ങൾക്കും അവയിൽ വസിക്കുന്ന വിശ്വാസികൾക്കും വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവന്റെയും ഐശ്വര്യത്തിന് നിലനിൽപ്പിന് വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മിശിഹായുടെ സഭ മുഴുവന്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് മെത്രാപ്പോലത്തെയും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷന്മാർ ആൻഡ്രൂസ് മെത്രാപ്പോലത്തെയും ഞങ്ങളുടെ പിതാവും മേലധ്യക്ഷനുമായ മാർ ജേക്കബ് മെത്രാനെയും മാർ പീറ്റർ പിതാവിനെയും അവരുടെ സഹശുശ്രൂഷകളുടെയും ക്ഷേമത്തിനു വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സന്യാസവ്രത വാഗ്ദാനത്തിന്റെ ജൂബിലി ഘോഷിക്കുവാൻ ഭാഗ്യം ലഭിച്ച ഈ സഹോദരികൾക്ക് തങ്ങളുടെ ജീവിതാന്ത്യം വരെ മിശിഹായോടുള്ള വിശ്വസ്തതയിൽ നിരന്തരം നിലനിൽക്കുവാൻ അനുഗ്രഹം നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തോട് ചെയ്ത വാഗ്ദാനങ്ങൾ വിശ്വസ്തതാപൂർവ്വം പാലിച്ചുകൊണ്ട് 50 വർഷം ജീവിച്ച ഈ സഹോദരികളെ അങ്ങയുടെ സ്നേഹത്തിൽ തുടർന്ന് നിലനിർത്തണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. കാരുണ്യവാനായ കർത്താവേ, ലോകരക്ഷയ്ക്കായി മനുഷ്യനായി അവതരിക്കുകയും മാമോദീസ വഴി നിന്റെ മഹത്വം ഞങ്ങൾക്ക് വെളിപ്പെടുത്തുകയും ചെയ്തവല്ലോ. അക്കാലത്തിൽ നിങ്ങൾ ആത്മാവിന്റെ വരദാനങ്ങളാൽ നിറയറ്റി മാമോദീസയുടെ ഫലങ്ങൾ ധാരാളമായി പുറപ്പെടുവിക്കുവാനും നിനക്ക് സജീവ സാക്ഷ്യം വഹിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥായ നയിക്കും. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകി കളയട്ടെ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. കർത്താവിൻ സർവശക്തനായ ദൈവമേ, അങ്ങേക്കുള്ള പ്രത്യുത്തരമായി എന്നെ തന്നെ അങ്ങേക്ക് സമ്പൂർണമായ ആത്മാർപ്പണം ചെയ്യുന്നതിനും ധ്യാനാത്മകവും കർമ്മനിരതവുമായ ജീവിതത്തിലൂടെ ആത്മവിശുദ്ധിക്കും ആത്മാക്കളുടെ രക്ഷയ്ക്കുമായി എന്നെയും എനിക്കുള്ളവരെയും ചെലവഴിക്കുന്നതിനും വേണ്ടി ഞാൻ പരിശുദ്ധരെയും സർവവിശുദ്ധരുടെയും മധ്യസ്ഥതയിൽ കർമ്മമാതാവിന്റെ സന്യാസിനി സമൂഹത്തിന്റെ നിയമപ്രകാരം അനുസരണവും ബ്രഹ്മചര്യവും ദാരിദ്ര്യവും അനുഷ്ഠിച്ചുകൊള്ളാമെന്ന് അങ്ങയോട് ചെയ്തിട്ടുള്ള വ്രതം അംഗീകരിക്കുന്നു. സ്തുതിയെന്നും ദൈവാംബികയെയും മറിയൗസേപ്പിനെയും സാദരമൂർത്തിയിടാം. പാവ
എളിയവരെല്ലാം വലിയവരൊപ്പം കത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ഉത്തിതരായിടുവാൻ പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രി പുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവേൻ. സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുവേൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗ്ഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കരങ്ങൾ വഴി പൂർത്തിയാക്കുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കുവേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭീഷ്ടത നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അവയേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംവേദനാവുകയും ചെയ്യട്ടെ. ആമേൻ. സമർത്ഥമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ വലിയവരും പാപികളുമായിരുന്നത് ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകി ദാനം തികഞ്ഞ സ്നേഹത്തോടെ ഉറച്ച വിശ്വാസത്തോടെ കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും സമർപ്പിക്കുന്നു. എപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങളോടുകൂടെ സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ സമാധാനം ആശംസിക്കുന്നു. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടി കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നന്നായി ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. വൈരുദ്ധ്യജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിത ശ്രേഷ്ഠൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ കാട്ടി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദനായ ഏകാഗ്രതയോടും ഭക്തിയോടും കൂടി നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവാൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും രൂഹാതൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പൂർവപിതാ അബ്രഹാം
ബലിയർപ്പിക്കൂ. എല്ലാ തരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കുതത്തലയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർപ്പിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ ലോകത്തെയും അതിലെ സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോടുള്ള ഒറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മലകമനപതിനായിരങ്ങളും മഹോന്നതനായ നീക്കുവിട്ട് ആരാധിക്കുന്നു. അത്യുമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ പ്രവീന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. സമർപ്പിക്കുന്നു. അങ്ങയിൽ മറിഞ്ഞിരിക്കുന്ന അന്മജാതനും അങ്ങയുടെ സദസ്സിനും അങ്ങയിലുള്ള പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടെ തന്നെ സൂര്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകബുദ്ധിയുമുള്ള മധ്യമായ ആത്മാവോടെ മധ്യമായ ശരീരത്തോടും കൂടി പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായിരുന്നവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായി രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. പ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ബലഹീനരും ആകുലരുമായ ഈ ദാസർ നിന്നെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയ ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പ്രാർത്ഥിക്കുവാൻ സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭാധ്യക്ഷനും പിതാവുമായ ശ്രേഷ്ഠ മേലധ്യക്ഷന്മാർ ജോർജ് മെത്രാപ്പോലീത്തായ്ക്ക്, അതിരൂപതാധ്യക്ഷന്മാർ ആൻഡ്രൂസ് മെത്രാപ്പോലീത്തായ്ക്ക് വേണ്ടിയും രൂപതാധ്യക്ഷന്മാർ ഏറ്റവും മെത്രാന് വേണ്ടിയും
സഹായമെത്രാന്മാർ പീറ്റർ പിതാവിന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടിയും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീക്കന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകളുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപരം കാത്തിരിക്കുന്ന എല്ലാ ജനങ്ങൾക്കും വിശിഷ്യ സമർപ്പിത ജീവിതത്തിൽ 50 വർഷം പൂർത്തിയാക്കുന്ന ഈ ബഹുമാനപ്പെട്ട സഹോദരിമാർക്കും വളരെ പ്രത്യേകമായിട്ട് അവരുടെ പ്രിയപ്പെട്ടവരായ അങ്ങയുടെ പക്കലേക്ക് വിളിക്കപ്പെട്ടവരായ അവരുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്കും കുടുംബാംഗങ്ങൾക്കും അയോഗ്യരായ ഞങ്ങൾക്ക് വേണ്ടി കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സംവേദി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണ അങ്ങയുടെ അവർണ്ണനീയവും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അങ്ങ് അയച്ചു എന്നും ഭൂവാസികൾ എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ത്രീകന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരംഗതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസയുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യകമായ നൈർമല്യത്തിന്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചു എന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ഈ ദാസനും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിസ്സംശയമായ ആദരപൂർവ്വം പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിലൂടെ ആവശ്യത്തിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും എന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരുടെ മതിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാത്മകമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടെ പ്രത്യാശയോടെ കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. രാത്രിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. ഞങ്ങൾ തീർത്ഥം അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ പ്രവർത്തിക്കുന്നു. നാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുതാപാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും.
നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീര രക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുള്ളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെ നാഥനായ ദൈവത്തോട് ഹൃദയം പാപമോചനവും യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ മുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളെ പങ്കുകൊള്ളാം. കർത്താവേ, ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. ഞങ്ങൾക്ക് നൽകിയ വിശ്വാസത്തോടു കൂടി അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മലഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വിളിച്ചിപ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗ്ഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടി. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ജീവിക്കുന്ന ദൈവത്തെ ഞങ്ങൾ പ്രകീർത്തിക്കുവാൻ കർത്താവേ, നിന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷണമായി നൽകി നിനക്കർഹമായ നന്ദി പ്രകാശിപ്പിക്കുവാൻ ഞങ്ങളുടെ നാവുകൾ അപര്യാപ്തങ്ങളാണ്. കർത്താവേ, നിന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷണമായി നൽകി നിനക്കർഹമായ നന്ദി പ്രകാശിപ്പിക്കുവാൻ ഞങ്ങളുടെ നാവുകൾ അപര്യാപ്തങ്ങളാണ്. ശരീരവും രക്തവും കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെയും വചനത്തിനും കാരണമാകട്ടെ. ജീവന്റെ ഭോജ്യമേ, നിന്നിൽ വാഴം ഞാൻ കൊതിപ്പൂ. സ്നേഹ
ഇവരുടെ ജീവിതം പ്രഭാപൂരിതമാക്കുവാനുള്ള കടമയെ അനുസ്മരിക്കുവാൻ നീതിമാനായ ദൈവം മഹത്വത്തിന്റെ കിരീടം വാഗ്ദാനം ചെയ്തതിന്റെ പ്രതീകമായി ജൂബിലിക്കാരെ ഇപ്പോൾ കിരീടമണിയിക്കുന്നു. ശക്തി കേന്ദ്രവും അങ്ങയുടെ സഹചാരിയും ആയിരിക്കണമേ. സനാതന പ്രകാശവും സ്നേഹത്തിന്റെ ഉറവിടവുമായി ദൈവത്തെ ഹൃദയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് കത്തിച്ചൊലിക്കുന്ന ദീപങ്ങളായി നീയും അനേകരെ സനാതന പ്രകാശത്തിലേക്ക് നയിക്കുവാൻ സർവശക്തനായ ദൈവമേ ഇവർക്ക് ശക്തിയും കരുത്തും പ്രദാനം ചെയ്യണമേ. ഈ ഭൂമിയിൽ സ്വർഗോന്നതമായ ജീവിതം നയിച്ച് നന്മയിലെ വെളിച്ചം വിതർന്നവർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യമഹത്വത്തിന്റെ കിരീടം വാഗ്ദാനം വിശ്വസ്തനായ ദൈവമേ അങ്ങ് ഇവരെ അണിയിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കം. തിരുനാമകീർത്തനം പാടിയിടുന്നു, തിരുനാമകീർത്തനം പാടിയിടുന്നു. ദൈവമേ നന്ദിയോടങ്ങയെ വാഴ്ത്തുന്നു, തിരുനാമകീർത്തനം പാടിയിടുന്നു, തിരുനാമകീർത്തനം പാടിയിടുന്നു. തിരിയുമ്പോഴും തടയുന്നു ഞങ്ങൾ ശരണങ്ങൾ പോയിട്ട് പൂജിക്കുവാൻ. തിരിയുമ്പോഴും തടയുന്നു ഞങ്ങൾ ശരണങ്ങൾ പോയിട്ട് പൂജിക്കുവാൻ. അവസാന വിധിനാളിൽ അഖിലേശ്വരാവിന്റെ വരവേൽക്കുവാൻ ദിവ്യവരമേകണേ. അവസാന വിധിനാളിൽ അഖിലേശ്വരാവിന്റെ വരവേൽക്കുവാൻ ദിവ്യവരമേകണേ. ദൈവമേ നന്ദിയോടങ്ങയെ വാഴ്ത്തുന്നു, തിരുനാമകീർത്തനം പാടിയിടുന്നു, തിരുനാമകീർത്തനം പാടിയിടുന്നു. കനിവാർന്നു ഞങ്ങളെ സൃഷ്ടിച്ച ദൈവമേ, കുരിശിനാൽ ഞങ്ങളെ രക്ഷിച്ചു നീ. കനിവാർന്നു ഞങ്ങളെ സൃഷ്ടിച്ച ദൈവമേ, കുരിശിനാൽ ഞങ്ങളെ രക്ഷിച്ചു നീ. പാപത്തിൽ വീഴാതെ കാലങ്ങൾ പതരാതെ ആരിച്ചു പരിശുദ്ധി പകരുന്നു നീ. പാപത്തിൽ വീഴാതെ കാലങ്ങൾ പതരാതെ ആരിച്ചു പരിശുദ്ധി പകരുന്നു നീ. ദൈവമേ നന്ദിയോടങ്ങയെ വാഴ്ത്തുന്നു. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്നേഹവും പരിശുദ്ധവും ജീവനായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ രാജാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, മാമോദീസ വഴി ഞങ്ങളുടെ മനുഷ്യ പ്രകൃതിയെ നവീകരിക്കുകയും രക്ഷയുടെ മാർഗം വെളിപ്പെടുത്തുകയും ചെയ്ത അങ്ങയെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. ജലത്താലും ആത്മാവിനാലും ഞങ്ങളെ ദൈവമക്കളും മിശിഹായുടെ കൂട്ടാവകാശികളുമാക്കി തീർക്കുകയും അവിടുത്തെ മരണത്തിലും ഉത്ഥാനത്തിലും പങ്കുകാരാക്കുകയും ചെയ്തുവല്ലോ. മിശിഹായുടെ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കുവാൻ അങ്ങ് ഞങ്ങളെ യോഗ്യരാക്കി. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഞങ്ങളുടെ രക്ഷകനും കർത്താവുമായ മിശിഹായെ, മാമോദീസായിലൂടെ നീ ഞങ്ങളുടെ പാപക്കരകൾ കഴുകുകയും ആത്മാവിനാൽ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്തു. ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകാരാക്കി ദൈവിക ജീവനിൽ ഞങ്ങളെ വളർത്തുന്ന നിന്റെ അനന്തകാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. വഴിയായി ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവാം സകലേശൻ വിരവൊരു നമ്മിൽ വർഷിച്ചു. സർലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭഗമാർന്നിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. എന്റെ ശരീരം ഭക്ഷിക്കും
എൻ രക്തം പാനം ചെയ്യും മാനവനെന്നിൽ നിവസിക്കും, അവനിൽ ഞാനും നിശ്ചയമായി. വിധിയിൽ വീഴാതവനെ ഞാൻ അന്തിമ ദിവസമുയർപ്പിക്കും. നിത്യായുസവനേകം ഞാൻ ഏവം നാഥനരുൾ ചെയ്തു. അരുളിയ പോലിന്നീ ബലിയിൽ പങ്കാളികളാമഖിലർക്കും ദൈവം കനിവാന്നരുളട്ടെ. ദിവ്യാനുഗ്രഹമെന്നെന്നും നമ്മുടെ ജീവിത പാതകളിൽ ആവശ്യകമാന്താനങ്ങൾ നൽകിയ അനുഗ്രഹമരുളട്ടെ. ദൈവം കരുണയുടെന്നെന്നും ജീവൻ നൽകും ദൈവികമാം ശുദ്ധിയെഴുന്ന രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാമഖിലരിലും ദൈവം വരനിര ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ പരിപീഠമേ സ്വസ്തി. ഞാൻ സ്വീകരിച്ചു കടകളുടെ ബോധിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനിയൊരു ബലി അർപ്പിക്കുവാൻ ഞങ്ങൾ വരുമോ ഇല്ലെന്നറിഞ്ഞുകൊണ്ട് ഗോൾഡൻ ജൂബിലി അമ്മമാർ ആദ്യം അഭിവന്ന പിതാവിനോടും സഹകാർമ്മികരോടും ഒപ്പവും തുടർന്ന് പ്രൊവിൻഷ്യൽ ടീമിനോടും സിസ്റ്റേഴ്സിന്റെ സഹോദരിമാരോടൊപ്പവും ഫോട്ടോ എടുക്കുന്ന സമയമാണിത്. വഴി നടത്തിയവൻ ദൈവം, നമ്മെ തിരഞ്ഞെടുത്തവൻ ദൈവം, ദൈവം വഴി നടത്തിയവൻ ദൈവം, ദൈവം കൃപ കൊണ്ട് കുറവുകൾ നികത്തിയവൻ ദൈവം വലിയവൻ. സ്തുതികൾക്ക് യോഗ്യൻ ദൈവം വലിയവൻ, സ്തുതികൾക്ക് യോഗ്യൻ. സ്തുതിയായിരിക്കട്ടെ, സ്തുതിയായിരിക്കട്ടെ. നമ്മെ തിരഞ്ഞെടുത്തവൻ ദൈവം, ദൈവം വഴി നടത്തിയവൻ കൃപ കൊണ്ട് കുറവുകൾ നികത്തിയവൻ ദൈവം വലിയവൻ. സ്തുതികൾക്ക് യോഗ്യൻ ദൈവം വലിയവൻ, സ്തുതികൾക്ക് യോഗ്യൻ. സ്തുതിയായിരിക്കട്ടെ, സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് ഈ നിമിഷം ജൂബിലിയറിയൻസിന്റെ പ്രതിനിധിയായി സിസ്റ്റർ പ്രസന്ന നന്ദി പറയുന്നു. നമുക്ക് സ്വസ്ഥമായി ഇരിക്കാം. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഞങ്ങൾ സന്തോഷിക്കുന്നു. സങ്കീർത്തനം 126:3. അഭിവന്യ പിതാവേ, സ്നേഹം നിറഞ്ഞ ജൂജാച്ച, സ്നേഹം നിറഞ്ഞ ജോണച്ച, പ്രൊവിൻഷ്യാളമേ, കൗൺസിലേഴ്സ്, മദർ സുപ്പീരിയർ, ജയക്രിസ്റ്റോ മഠാംഗങ്ങളെ, മറ്റ് മഠങ്ങളിൽ നിന്നും ഇവിടെ വന്നിരിക്കുന്ന ഞങ്ങളുടെ സ്നേഹ സിസ്റ്റേഴ്സ്, ഞങ്ങളുടെ സുപ്പീരിയേഴ്സ്, നിത്യസ്നേഹത്തിൻ്റെ ശാശ്വത സ്മാരകമായ ബലിയർപ്പണത്തിന് ശേഷം നിറഞ്ഞ നന്ദിയോടെ സ്നേഹത്തോടെ ആണ് സുവർണ്ണ ജൂബിലി ആഘോഷിക്കുന്ന ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലായിരിക്കുക.
കർമ്മലയുടെ ആധ്യാത്മികവും ഭൗതികവുമായ നന്മകൾ അതിൻ്റെ പൂർണ്ണതയിൽ സ്വീകരിച്ച് അതിൻ്റെ നിറവിലായിരിക്കുന്ന ഈ സന്തോഷവേളയിൽ എൻ്റെ മനസ്സിൽ ഉയർന്നു വരുന്ന തിരുവചനം: കർത്താവേ, എന്നും ഞാൻ അങ്ങയുടെ കാരുണ്യം പ്രകീർത്തിക്കും. എൻ്റെ അധരങ്ങൾ തലമുറകളോട് അങ്ങയുടെ വിശ്വസ്തത പ്രഘോഷിക്കും. സങ്കീർത്തനം 89:1. ഈ 50 വർഷത്തേക്ക് പിരിഞ്ഞു നോക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുതലുള്ള, വളർത്തുന്ന, ശക്തിപ്പെടുത്തുന്ന കാരുണ്യവും സ്നേഹവും അവിടുത്തെ ഊണുവടിയും രണ്ടും ഞങ്ങൾക്ക് ഉറപ്പു നൽകി. ദൈവമേ, അങ്ങേക്ക് 1000 നന്ദി.